പിന്നെ ചോറുകൾ ആവശ്യമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുകയാണ്. അത് അനധികൃതമാണ് എന്നും പറഞ്ഞ് ഇവിടെ ബഹളങ്ങളുണ്ടാക്കി എന്നെ അടിക്കാൻ സഹിതം ഇവിടെ ആൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മലയങ്കീഴ് പഞ്ചായത്തിലെ അരുവിപ്പാറ വാർഡിലാണ്. ഇത് നാടിനും നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ആര് വന്നാലും അവർ ഭക്ഷണം കിട്ടാതെ വിശന്ന് മടങ്ങിപ്പോകേണ്ട സ്ഥിതി വരില്ല. നമുക്കറിയാം, നിരവധി ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നമുക്ക് ചുറ്റും നമ്മുടെ പരിസരത്തേക്ക് അതിജീവിക്കുന്നുണ്ട്. പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇത്തരം ആളുകളെ അറിയാതെയോ അറിഞ്ഞുമൊക്കെ കടന്നു പോയിട്ടുമുണ്ടാകാം. ആഗോള പട്ടിണി സൂചികയിൽ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരുടെ വിശപ്പടക്കുന്ന കാര്യത്തിൽ ഇന്ത്യ എന്തുമാത്രം പിന്നിലാണെന്ന്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് മറ്റൊരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ അത് മനസ്സിനൊരു സന്തോഷമാണ്. എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നുള്ള ഒരു ബോർഡ് തന്നെ സ്ഥിരമായി സ്ഥാപിച്ചാലോ നല്ലൊരാശയമാണ് അല്ലേ? സംഭവം യാഥാർത്ഥ്യമാണ്. മലയങ്കീഴ് പഞ്ചായത്തിലെ അരുവിപ്പാറ വാർഡിൽ കുടുംബശ്രീയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സസ്നേഹം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആശയമാണിത്. ഈ കൂടിൽ ഉച്ച സമയം ആകുമ്പോഴേക്കും നിറയെ ഭക്ഷണപ്പൊതികൾ, പൊതിച്ചോറുകൾ എത്തും. വിശക്കുന്ന ആർക്കും ഇവിടുന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാം, അതും ഫ്രീ ആയിട്ട്. തിരുവനന്തപുരം മലയങ്കീഴ് പഞ്ചായത്തിൽ അരുവിപ്പാറ വാർഡിലെ മൂങ്ങോട് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂടാരത്തിൽ രാവിലെ 11 മണി കഴിയുന്നതോടെ നിറയെ ഭക്ഷണപ്പൊതികളെത്തും. വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങളാണ് മാസത്തിലെ ആദ്യ 20 ദിവസവും ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവയ്ക്കുന്നത്. ശേഷിക്കുന്ന ദിവസങ്ങളിലെല്ലാം യുവജന സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആരാധനാലയങ്ങളിലെ കമ്മിറ്റി തുടങ്ങിയവർ കൊണ്ടുവരുന്ന പൊതിച്ചോറുകളാണ് കൂടാരത്തിൽ വയ്ക്കുന്നത്. സ്ഥിരമായി ഇതുവഴി യാത്ര ചെയ്യുന്നവരിൽ പലരും തങ്ങളുടെ വകയായി പൊതിച്ചോറ് ഇവിടെ വയ്ക്കാറുണ്ട്. ആരൊക്കെയോ അതിൽ നിന്നും വിശപ്പടക്കുന്നു. ആരൊക്കെയാണ് അതിൽ പൊതിച്ചോറുകൾ നിക്ഷേപിച്ചതെന്നോ ആരൊക്കെയാണ് അതിൽ നിന്നും ഭക്ഷിച്ചതെന്നോ ആർക്കും അറിയില്ല. ഒറ്റയ്ക്ക് കഴിക്കുന്നവർ, സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കാൻ കഴിയാത്തവർ, വയോധികർ തുടങ്ങിയവരാണ് പൊതിച്ചോറുകൾക്കായി കാത്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി 1 വർഷം കൊണ്ട് 5475 പൊതിച്ചോറുകൾ നൽകി മനുഷ്യരുടെ വിശപ്പകറ്റാൻ സാധിച്ചു. എനിക്കൊരു ഊണ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഈ ഊണ് വാങ്ങി കഴിക്കുന്നുണ്ട്. ഞാനും അതിലൊരു ഭാഗമായി. എനിക്ക് ആദ്യമായിട്ടാണ് ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഊണിനായിട്ടൊരു സമയം എനിക്ക് കിട്ടുക. ഞാൻ വീട്ടിൽ ജോലി ചെയ്ത് ഞാൻ ജീവിക്കണേണ്. എനിക്കെന്നും കിട്ടിയാൽ അത് വളരെ ഉപകാരമാവും. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ ബാക്കി വെക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൺമുന്നിലും കാണാമറയത്തും ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു നേരത്തെ ആഹാരത്തിനായി വലിയുന്ന മനുഷ്യരുള്ള ഈ ലോകത്ത്, ഭക്ഷണം വെറുതെ പാഴാക്കുന്നവരുള്ള ലോകത്ത് അരുവിപ്പാറ വാർഡ് എന്നും മാതൃകയാണ്. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ ഒരു വർഷം തികയുന്ന ഒരു ദിവസം ആയിരുന്നു. വിശപ്പിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്നത് വാസ്തവമാണ്. ഒരുപക്ഷെ നേരാനേരം നമുക്ക് വീടുകളിൽ നിന്നും മറ്റും ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് പറഞ്ഞാൽ പരിഹാസം തോന്നുന്നവരും ഉണ്ടാകും. വിശക്കുന്നവന് അന്നമാകുന്നതിനേക്കാൾ വലിയൊരു മാനവികതയില്ല എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അരുവിപ്പാറ വാർഡിൽ തുടക്കം കുറിച്ച ഈ സസ്നേഹം പദ്ധതി സമൂഹത്തിന് മാതൃകയാണ്. എൻ്റെ പേര് ജയൻ. ഞാൻ ഇവിടെ ഒരു 2 വീലർ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പം ഉച്ച ആകുമ്പോൾ കുറേ അപ്പൂവന്മാരും അമ്മമാരും തീരെ വയസ്സായ ആളുകളൊക്കെ വന്ന് ഊണ് സ്ഥിരം വന്ന് എടുത്തുകൊണ്ടാണ് പതിവായിട്ട് കാണുന്നത്. 10-25 പേരുണ്ട് സ്ഥിരം വന്ന് എടുക്കണവർ. പിന്നെ അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മളെ വാർഡ് മെമ്പർ ഒരു കരുണയും കൂടെയാണ് അത് നടക്കണം സ്ഥിരമായിട്ട്. 2023 മെയ് 2-നാണ് വാർഡംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ആശയത്തിന്റെ തുടക്കം. ആഹാരം പാഴാക്കരുത് എന്ന് പഠിപ്പിക്കുന്നതിലല്ല, വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനം. ഞാൻ സുരേഷ് ബാബു, മലയങ്കി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും അരുവിപ്പാറ വാർഡ് മെമ്പറുമാണ്. ഈ കാണുന്നത് സസ്നേഹം എന്ന് പറയുന്ന ഒരു ആശയ പദ്ധതിയാണ്. സസ്നേഹം എന്ന് പറഞ്ഞാൽ വിശക്കുന്ന മനുഷ്യന് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു ജനകീയ പദ്ധതിയാണ്. ഏതൊരു മനുഷ്യനാണോ വിശക്കുന്നത്, അയാളുടെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ കാശില്ല എങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ വരാം. ഇവിടെ അവർക്ക് ആവശ്യമായ സമൃദ്ധമായ ഭക്ഷണം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം അവർക്ക് എടുത്ത് കഴിക്കാം. ഇത് മലയങ്കി ഗ്രാമപഞ്ചായത്തിൻ്റെ അരുവിപ്പാറ വാർഡിൽ 2023 മെയ് മാസം 2-ാം തീയതി ആരംഭിച്ച പദ്ധതിയാണ്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 1 വർഷക്കാലം കൊണ്ട് 6000-ത്തിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം.
ഇത് എങ്ങനെയാണ് ഈ ആശയം മുന്നോട്ട് വരുമ്പോൾ ഇതെങ്ങനെ വിജയകരമാക്കി മാറ്റും എന്ന ഒരുപാട് ചർച്ചകൾ വന്നു. ആ ചർച്ചയെ നമ്മൾ വെച്ചൊരു പദ്ധതി എന്ന് പറയുന്നത് ഈ വാർഡിലെ 20 കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. ആ 20 കുടുംബശ്രീ യൂണിറ്റുകൾ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ആ കുടുംബശ്രീ യൂണിറ്റുകൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണം ശേഖരിച്ച് അവരിവിടെ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞ് 21-ാം തീയതി വരെയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ വാർഡിനകത്തുള്ള രാഷ്ട്രീയ യുവജന സംഘടനകൾ, ആരാധനാലയങ്ങൾ, ചർച്ചുകൾ, അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലുള്ള സന്നദ്ധ സംഘടനകളെല്ലാം ഓരോ ദിവസം ഭക്ഷണം നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വിപുലീകരണം പല ഭാഗങ്ങളിലേക്കും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ തലത്തിലുള്ള വോളണ്ടിയർമാർ, കുട്ടികൾ, അവരുടെ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ, സ്കൂൾ PTA-കൾ, ക്ലാസ് കമ്മിറ്റികൾ, അവരെ തന്നെ ഭക്ഷണം ഇങ്ങോട്ട് തരാം. NSS വോളണ്ടിയർമാർ, SPC, സ്കൂൾ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം അവർ മുന്നോട്ട് നൽകാം എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതൊരു മനുഷ്യനും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഭക്ഷണം എടുക്കാൻ വേണ്ടി വരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ സമൂഹത്തിനകത്ത് പട്ടിണി ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഏറ്റവും വിഷമകരമായ ഒരു സമൂഹത്തിനകത്ത് ഒരാളും ജീവിക്കരുത്. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണമാണ്. ആ ഭക്ഷണം നൽകുന്ന പ്രവർത്തനം ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശയം ഇവിടെ നടപ്പാക്കിയതും നിരവധി ആളുകൾ ഇതിൽ വന്ന് ഈ ഭക്ഷണം എടുത്ത് കഴിച്ച് വളരെ സന്തോഷകരമായി പോകുന്നൊരു കാഴ്ചയാണ് നൽകിയത്. ഇതൊരു മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ ഈ വാർഡിലെ കുടുംബശ്രീയും ഇവിടുത്തെ സന്നദ്ധ പ്രസ്ഥാനങ്ങളെല്ലാം നൽകുന്നത്. ഇത് കുടുംബശ്രീയുടെ ഒരു വിജയഗാഥ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് ഒരു മനുഷ്യത്വപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് സ്നേഹം വിജയകരമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. ലോകത്തിൽ ഏറ്റവും അധികം എഴുതപ്പെടേണ്ട വികാരം അത് വിശപ്പാണ്. വിശക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിലല്ലാതെ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. അന്നം വിളമ്പി വിശക്കുന്നവൻ്റെ വയറ് നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവർക്ക് ദൈവമാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമ്യ മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.